ഹലോ നമസ്കാരം, സുൽത്താൻ പേറ്റ് സിഗ്നലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് പാലക്കാട് മുഴുവൻ ഒന്ന് കറങ്ങുക എന്നുള്ളതാണ്. കുറേ നാളായി നമ്മൾ പാലക്കാട് കറങ്ങിയിട്ട്. അപ്പോൾ രാവിലെ, അതായത് ഏർലി മോർണിംഗ് ഒന്നുമല്ല, ഇപ്പോൾ സമയം ഏകദേശം 7:30 അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഈ ഒരു 7:30 നമുക്ക് പാലക്കാടിലൂടെ ഒന്ന് കറങ്ങാം. എന്തൊക്കെയാണ് പാലക്കാടൻ കാഴ്ചകളെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് നമ്മൾ ഫുള്ള് പാലക്കാട് ടൗൺ കംപ്ലീറ്റ് കറങ്ങുന്നുണ്ട് കേട്ടോ. ടൗണാണ്, അല്ലാണ്ട് ഓൾ പാലക്കാടല്ല, ജസ്റ്റ് ടൗൺ മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് എവിടെയാണ്? നമ്മളുള്ളത് ഇപ്പോൾ നമ്മളുടെ കോട്ട മൈതാനം സിഗ്നലിലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ്ടല്ലേ, ഇവിടെയാണ് ആളുകൾ ബസ് കാത്ത് നിൽക്കുന്നത്. അപ്പോൾ രാവിലെ 8 മണിയാകുന്നത് വരയ്ക്കും ഇതിലൂടെയാണ് ബസ് വരിക. കണ്ടില്ലേ, ഇതിലൂടെയാണ് ബസ് വരുന്നത്. എന്നിട്ട് ഇവിടെ നിർത്തിയ ആളെ കയറ്റും. ഇത് 8 മണിക്ക് ശേഷമാണ് സിവിൽ സ്റ്റേഷൻ വഴി ബസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ നേരെ ഇതിലൂടെ കറങ്ങാൻ പോവുകയാണ്. അതായത് നമ്മളുടെ ഗ്രൗണ്ട് കംപ്ലീറ്റ് ഒന്ന് കറങ്ങി നമുക്ക് വരാം. അപ്പോൾ ഇത് രാവിലെ തന്നെ രാമശ്ശേരി ഇഡ്ഡലിയുടെ ഒരു ഓട്ടോ ഒക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ രാവിലെ എന്താ പറയുക, വർക്കൗട്ട് ചെയ്യാൻ വന്ന, അല്ലെങ്കിൽ ഓടാനൊക്കെ വന്ന ഒരുപാട് പേരുടെ വണ്ടികൾ ഈ സൈഡ് മുഴുവൻ നിൽക്കുന്നുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ടൗൺ ഹാള് മുനിസിപ്പാലിറ്റിക്ക് നമ്മളെത്തി. ടൗൺ ഹാളിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുനിസിപ്പാലിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കണ്ടൊരു കാര്യം തന്നെ ഞാൻ ആദ്യം തന്നെ പറയാം. നമ്മളുടെ അവിടെ കുറേ പിള്ളേർ ഓടുന്നുണ്ടല്ലേ. ഓക്കെ, അടിപൊളി. അപ്പോൾ എന്താ പറയുക, മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ പറഞ്ഞത്, മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ദിവസം, അതായത് എന്താ പറയുക, 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടുണ്ടായിരുന്നു. നമ്മളുടെ ആറാട്ട് എന്ന് പറഞ്ഞ ലാലേട്ടൻ്റെ മൂവിയുടെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പടം ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കാണാം. പിന്നെ അതല്ലാതെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ ഫോറൻസിക്കിലാണെങ്കിലും കിഡ്ലൻ സീനുകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റി. പിന്നെ അതുപോലെ തന്നെ അതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയ രാംലീല, തൊട്ട് മുമ്പല്ല, കുറച്ചധികം നാൾ മുമ്പ് ഇറങ്ങിയ രാംലീല, ഇതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. പിന്നെ അത്യാവശ്യം ഹിറ്റായ സിനിമകളാണുള്ളതെല്ലാം. പിന്നെ ഇതൊന്നും അല്ലാതെ ഇപ്പോൾ നമ്മുടെ ലാലേട്ടൻ്റെ ആറാട്ട് ഇപ്പോൾ പാലക്കാട് തകൃതി നടക്കുന്നുണ്ട്. കൊള്ളാം അല്ലേ. അപ്പോൾ ലാലേട്ടൻ്റെ വണ്ടിയൊക്കെ ഇതിവിടെ നിൽക്കണ്ടായിരുന്നു അന്ന്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ അത് ഒരു ഞായറാഴ്ചയായിരുന്നു. രാവിലെ ഞാൻ എമർജൻസിയിൽ എവിടെയോ പോകുന്ന സമയത്ത് കണ്ട കാര്യങ്ങളാണിതെല്ലാം. അപ്പോൾ നമ്മുടെ സുൽത്താൻ പേട്ടിലേക്ക് പോകുന്ന വഴി നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ഇപ്പം നേരെ മുഖത്തേക്ക് തന്നെ വെയിലടിക്കുന്നുണ്ട്. വെയിൽ ആ ഒരു ഉദിച്ചു വരുന്ന സൂര്യൻ നേരെ മുഖത്തേക്ക് അടിക്കുകയാണ്. കുഴപ്പമില്ല. അപ്പം നമുക്ക് നേരെ ഇവിടുന്ന് നേരെ മൈതാനം കറങ്ങി എഗെയിൻ നമുക്ക് നമ്മളുടെ KSRTC ബസ് സ്റ്റാൻഡ് പരിസരമൊക്കെ നമുക്കൊന്ന് പോകാം. അപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ, ഏർലി മോർണിംഗ് എന്ന് പറയാൻ പറ്റില്ല, 7. അപ്പോൾ ആയതുകൊണ്ട് തന്നെ എവിടെയൊക്കെ തിരക്ക് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇതേ കണ്ടില്ലേ, ഗ്രൗണ്ടിനകത്ത് ഇഷ്ടം പോലെ വണ്ടികളാണ്. എല്ലാവരും തന്നെ ഓടാൻ വേണ്ടി ജോഗിങ്ങിനൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അധികം ആൾക്കാർ എന്താ പറയുക, അധികം ഇല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും ജോലിക്ക് പോകുന്ന സമയമൊക്കെയാണിത്, അറിയാലോ. പിന്നെ ഇതാ നമ്മളുടെ ജിമ്മ്, ഓപ്പൺ ജിമ്മ്. ആഹാ, കൊള്ളാം. നമ്മൾ ഓപ്പൺ ജിമ്മ് തുടങ്ങിയ സമയത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനലും തുടങ്ങിയത് ആ സമയത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ആ വഴിക്ക് പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല. അപ്പോൾ ജിമ്മിനകത്തൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമുക്കെന്തായാലും കോട്ടയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഓക്കെ, കോട്ട തുറന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, പാലക്കാട് വന്നവർക്ക് അറിയാൻ പറ്റും. അതെല്ലാം അറിയാത്തവരാണെങ്കിൽ കോട്ട അമ്പലം തുറന്നിട്ടുണ്ട്. വാടിക തുറന്നിട്ടുണ്ട്. വാടിക രാവിലെ 10 മണി മുതൽ വൈകുന്നേരം വരെയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോട്ടയം തുറന്നിട്ടുണ്ട്. അമ്പലത്തേക്ക് തൊഴാൻ വരുന്നവർക്ക് വരാം. ഇഷ്ടംപോലെ വണ്ടികൾ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ജോഗിങ്ങിന് വന്ന ആൾക്കാർ അതിനകത്തുണ്ട്. ബസ്സുകളൊക്കെ കണ്ടില്ല, രാവിലെ ഈ വഴിയാണ് വരുന്നത്. അതായത് ഒരു 8 മണിക്ക് ശേഷം കംപ്ലീറ്റ് അതിലൂടെ വരും, സിവിൽ സ്റ്റേഷൻ വഴി വരും. ഇപ്പോൾ കണ്ടില്ലേ, കംപ്ലീറ്റ് ബസ് ഇതിലൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോവാം. പിന്നെന്താ, അവിടെ കുറേ ബൈക്കുകളൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, എല്ലാവരും ജോഗിങ്ങിന് വന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മിഷൻ സ്കൂളിൻ്റെ മുമ്പിലേക്ക് എത്തി. ഇവിടെ ഒരു പുതിയ ബിൽഡിംഗ് വരുന്നുണ്ട് കേട്ടോ, വലിയൊരു കിടിലൻ ബിൽഡിംഗ് വരുന്നുണ്ട്. എന്തായാലും പാലക്കാട് പുരോഗമിക്കുന്നുണ്ട്. കുറേ ബിൽഡിങ്സ് പല സ്ഥലങ്ങളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ഓപ്പൺ ചെയ്തു. നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രതിമ നമ്മൾ കഴിഞ്ഞു. നമ്മളിനി നേരെ പോകുന്നത് എവിടേക്കാണ്? KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്ക് ചുമ്മാ ഒന്ന് പോയിട്ടാണ് കേട്ടോ. ജസ്റ്റ് അവിടെ പണി നടക്കുന്നുണ്ട്, നമുക്കൊന്ന് നോക്കിയിട്ട് തരാം എന്തായി അവിടുത്തെ പണികൾ, ഇതൊക്കെ നോക്കിയിട്ട് തരാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓട്ടോകളൊക്കെ നിൽക്കുന്നുണ്ട്, ഫുള്ളായിട്ട് ഓട്ടോ നിൽക്കുന്നുണ്ട്. പിന്നെ അതിരാവിലെ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നുമില്ല. ഇതെവിടെയും ബിൽഡിങ്സൊക്കെ വരുന്നുണ്ട്. നമ്മളുടെ KSRTCയുടെ ബിൽഡിങ് പൊള്ളിയല്ലേ.
എന്തായാലും സെറ്റാണ് സംഭവം. വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് നമ്മളെല്ലാവരും തന്നെ. ഓരോ പാലക്കാട്ട് കാരണം എത്ര നാളായുള്ള കാത്തിരിപ്പല്ലേ. 1 2 3 ആഹാ അടിപൊളി. എന്തായാലും കിടിലോസ്കി എന്നൊക്കെ പറയാലോ. അപ്പോൾ നമുക്ക് ഇനി പതുക്കെ ഇവിടെ നിന്ന് തിരിഞ്ഞ് പോവാം അല്ലേ. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നേരെ ടൗൺ സ്റ്റാൻഡ് ഇറങ്ങി അവിടെ നിന്ന് നേരെ എന്താ പറയുക മോയിൻസ് സ്കൂൾ വഴിയൊക്കെ നമുക്ക് കറങ്ങി വരാം. ഓക്കെ. അപ്പോൾ രാവിലെ പാലക്കാട് തിരക്കുള്ള സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ട മൈതാനത്തെ ജോഗിങ്ങിന് വരുന്ന ആൾക്കാരുണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം എപ്പോഴും 24/7 തിരക്കായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ടൗൺ സ്റ്റാൻഡ് ഭാഗത്തൊക്കെ നമുക്ക് ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. പിന്നെ അടുത്തത് വരുന്നത് മാർക്കറ്റാണ്. മാർക്കറ്റിൽ എപ്പോഴും തിരക്കായിരിക്കും. മാർക്കറ്റ് റോഡിലേക്കൊന്നും തിരക്കുണ്ടാവില്ല. മാർക്കറ്റിൽ മീൻസ് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ആ ഭാഗത്തൊക്കെ രാവിലെ തിരക്കുണ്ടാവും. ഓക്കെ. ബാക്കി സാധാ കടകളൊക്കെ തുറക്കണമെങ്കിൽ എങ്ങനെയും 9 10 മണിയൊക്കെ ആവും. ദാ എഗെയിൻ നമ്മളുടെ മിഷൻ സ്കൂളിനെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അവിടെ കണ്ടില്ലേ, ഇവിടെ സ്കൂൾ പിള്ളേർക്ക് നടന്നു പോകാൻ വേണ്ടി മേൽപ്പാലം കണ്ടില്ലേ. ആഹാ കൊള്ളാം. ഇപ്പോൾ വിക്ടോറിയ കോളേജിൽ വന്നു, ഇപ്പോൾ ഇത് എവിടെയും വെച്ചിരിക്കുന്നു. ഇനി വേണ്ടത് മോയിൻസിലും കൂടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റായി. പിന്നെ നമുക്കിതിലൂടെ വണ്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് പേടിക്കേണ്ട. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്കും റിസ്ക്കാണ്, കുട്ടികൾക്കും റിസ്ക്കാണ്. സാധാരണ എപ്പോഴും പോലീസുകാർ നിൽക്കും സ്കൂൾ വിടുന്ന സമയത്ത്. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഇങ്ങനെ ഒരു മേൽപ്പാലം വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പിള്ളേർക്ക് മേൽക്കൂടെ പോവുകയും ചെയ്യാം, നമുക്ക് താഴെ കൂടെ വണ്ടി ഓടിച്ചും പോകാം. അതല്ലേ നല്ലത്. എല്ലാവിടെയും തന്നെ വരുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അതായത് മിഷൻ സ്കൂളിൻ്റെ മുമ്പ്, മോയിൻസിൻ്റെ മുമ്പിൽ, പിന്നെ അതുപോലെ തന്നെ ഇതായിരുന്നു PMGയുടെ മുമ്പിൽ. ഇതൊക്കെ ശരിക്കും മെയിൻ റോഡിൻ്റെ സൈഡിലുള്ള സ്കൂൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടികൾ ഇഷ്ടംപോലെ വരുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടൗൺ സ്റ്റാൻഡിൽ ഒരുപാട് ബസ്സുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞില്ല, ഒരുപാട് ബസ്സുകളുണ്ടായിരുന്നു. അതായത് പട്ടാമ്പി, ഗുരുവായൂർ, അങ്ങനെ കുറേ ബസ്സുകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഒന്നും കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. കടകൾ എവിടെയും തുറന്നിട്ടില്ല, എല്ലാം 9 മണിയൊക്കെ ആവും തുറക്കാൻ. ഇവിടുത്തെ റോഡ് കണ്ടില്ലേ, ഭയങ്കര മോശമാണ് ഇപ്പോഴും തന്നെ. ഇവിടെ ഒരു ഭയങ്കര പ്രശ്നം. നോക്കി റോഡ് കണ്ടില്ലേ, വളരെ മോശം. ഇതാ കണ്ടില്ലേ, നമുക്ക് വേറെ വഴിയില്ല, ഇറക്കി തന്നെ പോകണം. ബൈക്ക് ഇറക്കി തന്നെ അപ്പുറം കിടക്കണം, ഈ കുഴികളൊക്കെ ഇറങ്ങി പോകണം. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ ടൗൺ സ്റ്റാൻഡ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കടകളൊന്നും തുറന്നിട്ടില്ല. 7:45 ആയിട്ടുള്ളൂ, ഒരു കടയും തുറന്നിട്ടില്ല. എന്തായാലും 8:30 9 മണിയൊക്കെ ആവും കട തുറക്കാൻ. അപ്പോൾ നമുക്ക് നേരെ അങ്ങ് പോവാം അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ശകുന്തള ജംഗ്ഷനും കഴിഞ്ഞു. നേരെ കാണുന്നതാണ് മാർക്കറ്റ് റോഡ്. മാർക്കറ്റ് റോഡിൽ ആരും തന്നെ ഇല്ല, കണ്ടോ. അതായത് ഇവിടെ കടകളൊക്കെ തുറക്കണമെങ്കിൽ തന്നെ എങ്ങനെയും 9 മണി കഴിയും, 10 മണിയൊക്കെ ആവും എല്ലാ കടകളും ഓപ്പൺ ആവണമെങ്കിൽ. ഇവിടെ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. ഇവിടെ നിന്ന് നേരെ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോകാം, മീൻ മാർക്കറ്റ്, പച്ചക്കറി മാർക്കറ്റ് എത്തിക്കാൻ തിരക്കുണ്ടാവും. അതൊക്കെ രാവിലെ ഏർലി മോർണിംഗ്, അതായത് 2 മണിക്കും 3 മണിക്കും തന്നെ ആക്റ്റീവ് ആവും എല്ലാം തന്നെ. പക്ഷേ ഈ ഭാഗത്തൊക്കെ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയമെടുക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പതുക്കെ തിരിഞ്ഞ് പോവാം. അപ്പോൾ ഇനി നമുക്ക് നേരെ എന്താ പറയുക, മോയിൻസിലേക്ക് കയറാൻ. ഇവിടെ നിന്ന് നേരെ മേൽപ്പാലം കയറിയിട്ട് മോയിൻസിലേക്ക് കയറാം. മോയിൻസിൻ്റെ അവിടെ നിന്ന് നമുക്ക് സുൽത്താൻ പേട്ട് വഴി സ്റ്റേഡിയം അങ്ങനെ പോവാം. ഓക്കെ. എല്ലായിടത്തെയും അവസ്ഥ നമുക്ക് അറിയണമല്ലോ രാവിലെ എന്താണെന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മളിതാ മേൽപ്പാലം കയറുന്നു. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ മേൽപ്പാലമൊക്കെ ഞാൻ ഒരുപാട് തവണ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിലൂടെയൊക്കെ ഇപ്പോൾ തിരക്കില്ലെന്നേ ഉള്ളൂ. സമയം ഒരു 9 മണി കഴിഞ്ഞാൽ 9:30 ആകുന്ന സമയത്ത് അത്യാവശ്യം ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ വരുന്ന സമയത്ത് ആ സമയത്തൊക്കെ നല്ല തിരക്കായിരിക്കും. അതിനുശേഷം പിന്നെ അങ്ങനെ അത്യാവശ്യം തിരക്കുണ്ടാവും ഇവിടെയൊക്കെ. ഓക്കെ. അപ്പം നമുക്ക് ഇനി നേരെ മോയിൻസിലേക്ക് പോവാം. ഓ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ മോയിൻസ് എത്താനായി. നമ്മൾ ആക്ച്വലി ഇവിടെ കയറില്ല കേട്ടോ, മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് കയറിയില്ല, നമുക്ക് നേരെ ഇങ്ങോട്ട് വരിക ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ മോയിൻസ് വഴി നേരെ സുൽത്താൻ പേട്ട് അങ്ങനെ പോവാം. ഓക്കെ. സ്റ്റേഡിയം പോവാം. അതായത് നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല, മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് കയറുന്നില്ല. അപ്പോൾ അതാണ്ട് നമ്മുടെ മോയിൻസ് സ്കൂൾ കാണുന്നു. അവിടെ എന്തൊക്കെയോ കാര്യമായ പണി നടക്കുന്നുണ്ട് കേട്ടോ, തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുട്ടികളൊക്കെ വരുന്ന സമയത്ത് സംഭവം കുറച്ചുകൂടെ അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ്ടില്ല, ഇവിടെയും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള സ്ഥലങ്ങളാണ് ഇവിടെ എല്ലാം തന്നെ. കടകളൊന്നും തുറന്നിട്ടില്ല, അതുകൊണ്ടാണ് അധികം തിരക്കില്ലാത്തത്. കടകളൊന്നും തുറക്കാതെ തന്നെ അത്യാവശ്യം കാറുകളൊക്കെ നിൽക്കുന്നുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. ഓ ഇപ്പോഴും ഡയറക്റ്റായിട്ട് സൂര്യൻ മുഖത്തേക്ക് അടിക്കുന്നതാണ്, അടിപൊളി. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ സ്റ്റേഡിയം വരെ പോവാം. ഓക്കെ.
അപ്പോൾ അങ്ങനെ നമ്മൾ ഇപ്പോൾ എവിടെ എത്തി? പോസ്റ്റ് ഓഫീസൊക്കെ എത്താനായി. സൂര്യൻ നേരെ മുഖത്തടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇത്ര നേരം, ഇപ്പം അതില്ല. അപ്പോൾ നമുക്ക് അതായത് ഇവിടെ ഒന്നും ഒരു കടയും തുറന്നിട്ടില്ല, കംപ്ലീറ്റ് ക്ലോസ്ഡ് തന്നെയാണ്. ഇപ്പോൾ ഏകദേശം 8 മണിയായി സമയം. അപ്പോൾ കടകളൊക്കെ തുറക്കാൻ തന്നെ എങ്ങനെയും 9:30-10 മണിയൊക്കെ ആവും ഒന്ന് ആക്റ്റീവ് ആകണമെങ്കിൽ. ഇതൊക്കെ ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലൂടെ ഒന്നും നമുക്ക് ഇത്ര തിരക്കിലാണ്ട് പോകാൻ പറ്റില്ല കേട്ടോ, നല്ല ഹെവി തിരക്കായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഒന്നും വണ്ടികളുമില്ല, അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡൊക്കെ ഫുള്ള് കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെന്താണ്, ബ്ലോക്കായിരിക്കും. അങ്ങനെ നല്ല തിരക്കായിരിക്കും. ഇപ്പോഴാണെങ്കിൽ ഒരു പ്രശ്നമില്ല, കണ്ടില്ലേ, കൂളായിട്ട് പോവാം എല്ലാവർക്കും. പിന്നെ അതുപോലെ തന്നെ സുൽത്താൻ ബേട്ടിൽ സിഗ്നലില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. അല്ലെങ്കിൽ സിഗ്നൽ ഇവിടെ നിന്ന് പോകുമ്പോൾ സിഗ്നലുണ്ടെങ്കിൽ പൂ മാർക്കറ്റിലേക്ക് പോകുന്ന വഴി, അതായത് നമ്മൾ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് സിഗ്നലില്ല, അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് പോകാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വണ്ടി നിൽക്കും ഇവിടെ സിഗ്നലുണ്ടെങ്കിൽ. ഇവിടെ നിന്ന് ഇപ്പോൾ നേരെ പോകാൻ പറ്റാത്തതുകൊണ്ട് സിഗ്നലില്ല. ഇപ്പോഴല്ല, കുറച്ച് അധികം നാളായി. അപ്പോൾ ഇതാണ്ടില്ലേ, നമുക്ക് ലെഫ്റ്റാണ് നമുക്ക് പോവേണ്ടത്. അതൊരു 8 മണിക്ക് മുമ്പൊക്കെയാണെങ്കിൽ നമുക്ക് നേരെ തന്നെ പോവാം കേട്ടോ. അതിലൂടെ നേരെ പോവാം. സിഗ്നലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചിട്ട് നേരെ പോവാം. അങ്ങനെയൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. നിയമപരമാണെന്ന് എനിക്കറിയില്ല. ആളില്ലാത്ത സമയത്ത്, അതായത് 7 മണി 6 മണിയൊക്കെ ആകുന്ന സമയത്ത് അവിടെ ആളുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിലൂടെ പാസ് ചെയ്യും. മീൻസ് തിരക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നിയമപരമാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തി. ഇപ്പം നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, സ്റ്റേഡിയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെയും കടകളൊന്നും തുറന്നിട്ടില്ല, എല്ലാം ക്ലോസ്ഡ് തന്നെയാണ്. ബസ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു ഈ സമയത്ത്. അതെന്താ, ഇതിലൂടെ അങ്ങനെ ബസ് വരാറില്ല കേട്ടോ. വല്ലപ്പോഴും നല്ല രാവിലെ സമയത്ത് മാത്രമേ ഇങ്ങനെ ബസ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിലൂടെ ബസ് വരില്ല. ഓക്കെ, എന്തായാലും നമ്മൾ സിഗ്നലല്ല, എന്താ പറയുക, സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് എത്തിക്കൊണ്ടിരിക്കുന്നു. സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലും അത്യാവശ്യം തിരക്കുണ്ടാവണം ഇപ്പോൾ, കാരണം രാവിലെ ബസ് സ്റ്റാൻഡൊക്കെ ഒന്ന് ആക്റ്റീവായി വരുന്ന ഒരു സമയമാണല്ലോ. ബസ്സുകളൊക്കെ നിന്ന് തുടങ്ങി അത്യാവശ്യം തിരക്കുണ്ടാവണം. ഉണ്ട് അത്യാവശ്യം ചെറിയ രീതിയിൽ തിരക്കുണ്ട്. പിന്നെ ജോലിക്ക് പോകുന്നവരും വരുന്നവരൊക്കെ വന്ന് ഇറങ്ങുന്ന ആ ഒരു സമയമാണല്ലോ അത്. ഇവിടെയും റോഡ് ഭയങ്കര മോശം കേട്ടോ. ഈ റോഡും, അതായത് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ, അതായത് എന്താ പറയുക, നമ്മളുടെ മൈതാനം വരെയുള്ള റോഡ് കംപ്ലീറ്റ് പ്രശ്നമാണ്. ഭയങ്കര കുണ്ടും കുഴിയുള്ള റോഡാണ്. എന്ത് ചെയ്യാം. പിന്നെ അപ്പുറയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് പോകുന്ന വഴിയും വരുന്ന വഴിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അങ്ങ് മൈതാനത്തേക്കൊന്ന് പോവാം, എന്നിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, അതായിരിക്കും നല്ലത്. അതായത് ഇപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പോൾ അത്യാവശ്യം പുതിയ ബിൽഡിങ്സുകൾ ഇഷ്ടം പോലെ വരുന്നത്. പുതിയ ബിൽഡിങ്സുകൾ വരുന്നുണ്ട്, പുതിയ കടകൾ ഓപ്പൺ ആവുന്നുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ പുതിയ ബിൽഡിങ്സ് വരുന്ന ഒരു ഏരിയ ആണിത്. ഞാൻ ഒരുപാട് തവണ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ അത്യാവശ്യം പാലക്കാടിൻ്റെ വികസനം എന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു റോഡാണ് ഈ റോഡ് കാണിക്കാൻ പറ്റില്ല, സ്ഥലം കാണിക്കാം. ഓക്കെ, റോഡ് കാണിച്ചു കഴിഞ്ഞാൽ പോയി. റോഡ് വളരെ മോശമായിരിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ അങ്ങറ്റം മുതൽ അങ്ങറ്റം വരെയുള്ള 2 സൈഡും ബിൽഡിങ്സ് ഇഷ്ടം പോലെ ആയിട്ടുണ്ട്, ഒരുപാട് ബിൽഡിങ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ബിൽഡിങ്സിൻ്റെയൊക്കെ പണി കഴിയുമ്പോഴത്തേക്കെങ്കിലും റോഡും കൂടെ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ, കുഴി കണ്ടോ, ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഈ വീഡിയോ കാണുന്ന ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റേതായ രീതിയിലൊന്ന് എടുക്കണം. എന്താ പറയുക, പരാതിയാണോ എന്ന് ചോദിച്ചാൽ പരാതിയാണ്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡ് വണ്ടിയും കൊണ്ട് പോകുമ്പോൾ. നിങ്ങൾക്കൊന്ന് പോകുന്ന സമയത്ത് മനസ്സിലാവും, മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിവേ, അപ്പം നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അപ്പം നമ്മളിപ്പം നേരെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിപ്പം നേരെ മൈതാനം പോകുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ നമ്മളുടെ ഓപ്പൺ ജിമ്മിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, ഞാൻ ഓപ്പൺ ജിമ്മ് നിങ്ങൾക്ക് കാണിച്ചിട്ട് കുറേ നാളായില്ലേ? നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് കാണിച്ചാണ്. ഇവിടെയും സിഗ്നലൊന്നുമില്ല, നമുക്ക് നേരെ അങ്ങ് പോവാം. തിരക്കില്ല, ആരുമില്ല, അതുകൊണ്ടാണ്. സൂക്ഷിച്ച് അങ്ങ് നോക്കി അങ്ങ് കടന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് പതുക്കെ അപ്പുറേ കിടന്നാലോ? വണ്ടികളൊക്കെ വരുന്നുണ്ട്, നമുക്ക് പതുക്കെ പോകാം, നമുക്കൊരു തിരക്കുമില്ല. കാരണം ഈ രാവിലെ ധൃതി പിടിച്ചിട്ട് ഇപ്പോൾ എവിടെയും എനിക്ക് പോകാനില്ല, ഞാൻ അതുകൊണ്ട് പതുക്കെ തന്നെ പോകുന്നുള്ളൂ. അപ്പോൾ ഈ നമുക്കും പോവാം. വണ്ടികളൊന്നുമില്ല, സെറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ എന്താ പറയുക, നമ്മുടെ ഓപ്പൺ ജിമ്മിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. ഓക്കെ,
കുറേ അധികം നാളായി വന്നിട്ട്. അപ്പോൾ ഓപ്പൺ ജിമ്മ് കണ്ടിട്ട് നമുക്ക് നമ്മളുടെ വീഡിയോ അവസാനിപ്പിക്കാം. അതായിരിക്കും നല്ലത്. ഇവിടെ എന്തൊക്കെയോ കാര്യമായ പണി നടക്കുകയാണ് കേട്ടോ. ശരിക്കും ഗേറ്റ് അപ്പുറയാണ്, പക്ഷേ അതിൽ കൂടെ പോകാൻ പറ്റില്ല. അത് ഇതിലൂടെ വേണം പോകാൻ. ഇതിലൂടെ ആ ഒരു മതിൽ പൊളിച്ച് ചെറിയൊരു ഗ്യാപ്പിലൂടെ വേണം നമുക്ക് അകത്ത് കിടക്കാൻ. ഓപ്പൺ ജിമ്മിൽ അത്യാവശ്യം ആളുകളുണ്ട്, നിറയെ ആളുകളുണ്ട്. കണ്ടില്ലേ? എന്തായാലും ജിമ്മ് തുടങ്ങിയ ശേഷം ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ജിമ്മിനെക്കുറിച്ച് ചെയ്യാമോ എന്ന് പറഞ്ഞിട്ട് ആരോ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ആരാന്ന് ഓർമ്മയില്ല, പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ആ കമൻറ്റ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ആരാ ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല, സോറി. അപ്പോൾ എന്തുകൊണ്ടും ആ ഒരു ഓപ്പൺ ജിമ്മിൻ്റേതായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ജിം ഇപ്പോൾ വർക്കിംഗ് ആണ്, നല്ല രീതിയിൽ ആക്റ്റീവാണ്, അധികം ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഞാനിപ്പം സൂചിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അവിടെ നിന്ന് വീഡിയോ അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എത്തിക്കണ്ടില്ലേ. അതായത് അവിടെ നിന്ന് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്തായാലും സുൽത്താൻ പേട്ടിലേക്കൊന്ന് പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പോൾ ഒരു ബസ് പോയിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിലൂടെയൊക്കെ ബസ് ഓടുന്നത് രാവിലെ 8 മണിക്ക് മുമ്പ് മാത്രം കേട്ടോ. അല്ലാണ്ട് ഇതിലൂടെ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ബസ്സൊന്നും വരില്ല. ഓക്കെ, ഈ റോഡിൽ ബസ് ഓടില്ല രാവിലെ, മീൻസ് ആ ഒരു 8 മണിക്ക് ശേഷം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ തന്നെ അങ്ങ് പോവാം നമ്മളുടെ സുൽത്താൻ പേട്ടിലേക്ക്. ഓക്കെ, ഇവിടെയും കടകളൊന്നും തന്നെ തുറന്നിട്ടില്ല. അടിപൊളി അല്ലേ? കടകളൊന്നും തുറക്കാത്ത ടൗൺ പരിസരം കാണാൻ നല്ല ഭംഗിയാണ്. കാരണം വലിയ തിരക്കുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാൻ. കണ്ടില്ലേ? ആരും തന്നെ ഇല്ല. ഇതൊക്കെ തുറന്ന് ആക്റ്റീവ് ആകുന്ന സമയത്ത് ഈ റോഡിലൊക്കെ എപ്പോഴും തിരക്കായിരിക്കും കേട്ടോ. കാരണം ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടികൾ വരും. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് സിഗ്നൽ സുൽത്താൻ പേട്ട് സിഗ്നലാണ്. പിന്നെ അതുപോലെ തന്നെ എന്തായിരുന്നു, ഇവിടെ നിന്ന് തൊട്ടപ്പുറം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വഴിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറം എന്താ പറയുക, കണ്ടത്ത് കോംപ്ലക്സിലേക്ക് പോകാനുള്ള അങ്ങനെ ഒരു വഴി വരുന്നുണ്ട്. എല്ലാം കൂടെ ആവുന്ന സമയത്ത് ഈ റോഡ് എപ്പോഴും അമ്പലം തുറന്നിട്ടുണ്ട്, വിനായകൻ. അപ്പോൾ ഈ റോഡിൽ എപ്പോഴും ഹെവി തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥലമൊന്നും ആസ്വദിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് കിടന്നാൽ മതി. അതായത് പാലക്കാടിൻ്റെ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ ഈ ഒരു മൈതാനം സുൽത്താൻ പേട്ട് റോഡ്. ഓക്കെ, അതുപോലെ തന്നെ അത്യാവശ്യം കടകളുള്ള ഇവിടെ തന്നെയാണ്. എങ്കിലും അതായത് കുഞ്ഞു റോഡായതുകൊണ്ട് അത്രയും തിരക്ക് വരുന്നു ഇവിടെ. പിന്നെ സിഗ്നലും കൂടെ ഇടുന്ന സമയത്ത് അനങ്ങാൻ പറ്റില്ല. ഇപ്പോൾ എന്തായാലും സിഗ്നലും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സുൽത്താൻ പേട്ട് സിഗ്നലിലേക്ക് എത്തി. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ സ്വന്തം സ്ഥലം കേട്ടോ, സുൽത്താൻ പേട്ട് സിഗ്നൽ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. കുറച്ചധികം നാളായിട്ട് വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല, പല കാര്യങ്ങളായിരുന്നു, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും വീഡിയോസൊക്കെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാക്കാൻ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എന്താ പറയുക, എല്ലാവർക്കും ഷെയർ കൊടുക്കുക. നമ്മുടെ സുൽത്താൻ പേട്ട് സിഗ്നൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. ഓക്കെ, ബൈ.